ഇതായിരുന്നു ഉമ്മാന്റെ പ്രേമം? ആ മോളെ, അതൊക്കെ ആ പ്രായത്തിന്റെ ഓരോ രസങ്ങളാ. നല്ല പ്രേമം. സ്കൂളിൽ ഞാൻ 8 പഠിക്കുമ്പോഴാ എന്റെ നിക്കാഹ്. മാണ്ട എനിക്ക് പഠിക്കണമെന്ന് ഞാൻ കൊറേ പറഞ്ഞു നോക്കി, ആര് കേക്കാൻ. അങ്ങനെ 13-ാം വയസ്സിൽ ഇന്നങ്ങോട്ട് കൊണ്ടുവന്നു. പഠിപ്പിനോടുള്ള ഇഷ്ടം, പിന്നെ മനസ്സിലുള്ള വെള്ളത്തണ്ടും അമ്പായങ്ങയും. കുഞ്ഞിക്കാതുക്കാൻ എനിക്ക് കാണുന്നതേ വെറുപ്പ്. പക്ഷേ എല്ലാം മറന്ന് കണ്ടറിഞ്ഞ് പെരുമാറാൻ മൂപ്പർക്ക് കഴിഞ്ഞു. ബാപ്പാക്ക് ഉമ്മാനെ വലിയ കാര്യല്ലേ? പിന്നെ മോളെ, കൊടുക്കുമ്പോ കിട്ടുന്നതാ സ്നേഹന്ന് മൂപ്പരെന്നെ ജീവിതം കൊണ്ട് പഠിപ്പിച്ചു. എന്റെ കുറ്റങ്ങളും കുറവുകളും പെരുപ്പിക്കാതെ മൂപ്പരെന്നെ സ്നേഹിച്ചു തുടങ്ങിയപ്പോ എനിക്കത് തിരിച്ചു കൊടുക്കാതെ പറ്റില്ലെന്നായി. മനസ്സിൽ പുളിയും ഇലയും കണ്ണിമാങ്ങിയൊക്കെ എവിടെയോ കൊഴിഞ്ഞു പോകാൻ തുടങ്ങി. ഇങ്ങോട്ട് തരുന്നതിലേറെ അങ്ങോട്ട് കൊടുക്കാനുള്ള വാശിയായിരുന്നു മനസ്സ് നിറയെ. അപ്പൊ ബാപ്പയും ഉമ്മയെ സ്നേഹിച്ച് മത്സരിക്കാണല്ലേ? ഉമ്മ അതൊക്കെ എന്തിനാ പറഞ്ഞതെന്ന് ഉമ്മാന്റെ കുട്ടിക്ക് മനസ്സിലായോ? വകതിരിവ് കുറഞ്ഞ ചെറുപ്രായത്തിൽ വല്ലതൊക്കെ തോന്നുന്നത് സാധാരണയാ. കല്യാണം വരെ അതൊക്കെ മനസ്സിലുണ്ടാകാവൂ. കല്യാണം കഴിഞ്ഞാൽ നമ്മള് മറ്റൊരാളാ, ഭാര്യ. ആരുടെ അണയാവണം, ആരുടെ കുട്ടികളെ പ്രസവിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് പടച്ചോനാ. ഓന്റെ തീരുമാനങ്ങളെ സ്നേഹിക്കുക, അപ്പം നമുക്ക് എല്ലാരെയും സ്നേഹിക്കാൻ പറ്റും. ഒരു പെണ്ണ് പേച്ച ഒരു കുടുംബം മുഴുവനും പേച്ച്. അതെപ്പോഴും ഓർമ്മയുണ്ടാവണം ഉമ്മാന്റെ കുട്ടിക്ക് കേട്ടോ. ബാ ബാപ്പാ, ഊട്ടി ഇവിടെ തൊട്ടപ്പുറത്തല്ലാന്നൊന്ന് പറഞ്ഞേക്കും ഉമ്മാനോട്. അതെനിക്ക് ഉമ്മാനെ ടൂർ കൊണ്ടുപോണ്. അല്ല, ഉമ്മാന്റെ ഒരിക്കൽ കഴിഞ്ഞിട്ട് മരുമോളൊപ്പം ഇങ്ങോട്ട് കിട്ടുമോ? നദീറാ, വേണ്ട, ഞാൻ വിളിക്കാം, എന്നാലേ വരൂ. നബീസോ ദാ ഇറങ്ങി പോവാന്ന് ബാപ്പാനോട് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങാവൂട്ടോ. ബാപ്പ പോയി വരട്ടെ. നാസറേ, ശ്രദ്ധിച്ചു പോണോട്ടോ. അവിടെ ചെന്നിട്ട് വിളിക്കണേ. ആ നാസറേ, കരുതി പൊയ്ക്കും. ആ ഈ വേഗം കയറ്, വെയില് മൂക്ക് മുമ്പ് ചുരം കയറണം. പോയി വരട്ടെ. ഓളൊരു പതിഞ്ഞ മട്ടല്ലേ. പുത്തനച്ചി പുരപ്പുറം തൂക്കും. വന്ന കാലത്ത് ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നില്ലേ സൂറയും സാജിദയും? സൂറയ്ക്ക് സാജിദയ്ക്ക് ഇപ്പൊ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. സാജിദ യൂസഫിന്റെ ഒപ്പം കടല് കടന്നു, സൂറ അഹമ്മദിനെ ഒരു പെൺകോന്തനുമാക്കി. പോരെ? ആ, അത് നമ്മളെ മോൻ പോരായിട്ടാ. നിങ്ങൾ അത് വിടി. നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഗ്ലാസ് ചായ വേണോ? വേണം. എന്നാ വരി. വർത്താനം ആരാപ്പത്? ഹസങ്കോയും ഫുൾ ഫാമിലി ഒക്കെ ഉണ്ടല്ലോ. എന്താ സുഖം തന്നെ അല്ലേ? സുഖം തന്നെ. ഇറക്കി വെക്ക്, ഞമ്മക്ക് കുറച്ച് വർത്താനം പറയാണ്ട്. ഇവിടെ തന്നെ. ഇതാണ് സുഖം. ചെറിയ കുടുംബം, സന്തുഷ്ട കുടുംബം. നാം രണ്ട്, നമുക്ക് രണ്ട്, ഹംദോ അമാരേതോ. എന്നാലും ഒപ്പിച്ച് കളഞ്ഞല്ലോ വഹയ. ഓരോരുത്തരും ഒരു കുഞ്ഞിക്കാല് കാണാൻ കഷ്ടപ്പെടുക. അഥവാ ഉണ്ടായാൽ തന്നെ അതിന്റെ ആസ്പത്രി ചെലവ് എത്രേ? കുട്ടി ഒരു 3-4 വയസ്സ് വരെ വളർന്നു കിട്ടാനുള്ള ഒരു പാടേ. എന്നും അസുഖം, ചികിത്സ, ചീരാപ്പ്. ഹൗ, ഒന്നും പറയണ്ട. ഇതാവക തൊന്തരവൊന്നുമില്ലല്ലോ. ഒറ്റയടിക്ക് ലോട്ടറി അല്ലേ അടിച്ചത്, അതും ഒന്നെടുത്തപ്പോ 2 എണ്ണം ഫ്രീ. ഇമ്മാതിരി കുയിക്കാലത്ത് ഏറ്റെടുത്താനുള്ള ഗുണത മനസ്സിലായ എനിക്ക്? പോട്ടെ മൂസാക്ക. ആ പോയിക്കോ. പിന്നെ എങ്ങനെ അങ്ങാണ്ട് വളർത്തി വലുതാക്കിക്കോ, നിലത്ത് വെക്കണ്ട. ദുബായിക്കാണ്ട് പറഞ്ഞയച്ചാലേ വരുന്നത് ഡ്രാഫ്റ്റാ, ഡ്രാഫ്റ്റ്. മാസം എണ്ണ ചെല്ല് കൊണ്ടേക്കോ, തള്ളിയിടണ്ടോ. പെരുന്നാ ചന്തക്കട മഴ പെയ്ത കച്ചവടക്കാരന്റെ മാതിരി അച്ചായൻ എന്താ ഇങ്ങനെ ഇരിക്കണ്? എന്നാ പറയാനാ മുസാക്ക, അന്നമ്മക്ക് സോക്കട് കൂടുതലാ. അതൊരു പുതിയ സംഭവം ഒന്നും അല്ലല്ലോ. നാറിയോനെ പേറിയോനും നാറുന്ന ഏത് കാലത്ത് കാപ്പി ഉണ്ടാക്കിയില്ല, കടന്ന് കൊണ്ടു കൊടുത്തു. ഉച്ചക്ക് ഊണ് വെച്ചില്ല, കടയിന്ന് കൊണ്ടു കൊടുത്തു. വൈകിട്ട് കാപ്പി ഞാനിട്ട് കൊടുത്തു. അപ്പൊ അന്നമ്മ പറയണ കേട്ടോ, ഇനി രാത്രി കടയിന്ന് വാങ്ങിക്കണമെന്നാ പറഞ്ഞത്. ഞാൻ ഉണ്ടാക്കിയാ മതി പോലും. അത് നന്നായി, അനുഭവിക്ക്. അല്ല പിന്നെ മീൻ വെട്ടണം, മസാല അരക്കണം, അരി കഴുകണം, ചോറ് വാർക്കണം.
അടുപ്പിലൂതണം, എച്ചില് പാത്രം കഴുകണം, ഒടുവിന് നായിന്റെ ചന്തി വരെ കഴുകണ്ടേ? ഇതിനൊക്കെ ഞാനൊരു പരിഹാരം പറഞ്ഞതാണല്ലോ, കേക്കാഞ്ഞിട്ടല്ലേ? അല്ല പിന്നെ നാട്ടുകാരെന്നാ പറയും മൂസാക്ക? ആ നാട്ടുകാര് എന്നാ മീൻ മുറിക്കാനും അടുപ്പിലൂതാനും നായിന്റെ ചന്തി കഴുകാനും ഒക്കെ നാട്ടുകാരെ വിളിച്ചോ. ദേ അന്നാമ്മയെ സമ്മതിപ്പിക്കുന്ന കാര്യം മൂസാക്ക കേൾക്കാമോ? എങ്കിൽ നോക്കായിരുന്നു. ആ ഓളെ കൊണ്ട് സമ്മതിപ്പിക്കണ കാര്യം ഞാനേറ്റ്. അന്നാമ്മ ഇതിലും വലിയ കുഞ്ഞാമ്മമാരെ കണ്ടിണ് മൂസ. പിന്നെയാണ് ആമവാദം വന്ന് ഇടിച്ചാൻ വയ്യാതെ മുടക്കാച്ചരക്കായ അന്റെ ഒരു അന്നാമ്മ. 2 ലക്ഷം റുപ്യ മുടക്കുകയാണെങ്കിൽ അന്നാമ്മയുടെ ജീവനം മാറ്റി തരാന്ന് ഡോക്ടർ പറഞ്ഞിരിക്കണം. 2 ലക്ഷം അനക്ക് പിരാന്തുണ്ടോ? ആ ചാവാലി പയ്യനും വേണ്ടി ഇഞ്ഞും കയ്യൽ വാക്ക. ഇങ്ങനെ തിന്നൂല്ല തീറ്റിക്കൂല്ല എന്ന് പറയുന്ന പെണ്ണുങ്ങൾ കൊടുക്കത്തായിസ. അതൊടുങ്ങി കിട്ടിയിട്ട് കെട്ടാന്ന് വിചാരിച്ച നാട്ടക്കൂല ടച്ചായോ? ചേച്ചി റെഡി ഉണ്ടോ? ബാക്കി നമ്മളേറ്റ് നോക്കിക്കോ. ആ പക്ഷെ അന്നാമ്മയുടെ സമ്മതം ഉണ്ടാവണം. ആ ഉമ്മിത്തി ഊതിക്കെടുത്ത കാര്യം ഞാനേറ്റ്. അച്ചായ മിന്ന് കെട്ടാൻ തയ്യാറായിക്കോ ട്ടോ. അച്ചായനിതെന്നാ പറ്റി? ഞാൻ ചുമ്മാ. പിന്നെ നീ ഭക്ഷണത്തിന് മുമ്പുള്ള ഗുളിക കഴിച്ചായിരുന്നോ? ഊണ് കഴിക്കണേക്ക് മുമ്പ് ഇതിയാൻ തന്നെയല്ലേ അതെടുത്ത് തന്നായിരുന്നത്. ഓ ഞാനത് മറന്നല്ല അന്നാമോ. എന്നതോ എനക്കിട് പറ്റിട്ടുണ്ടല്ലോ കർത്താവേ. അന്നാമോ അന്നാമോ എന്നതാ? നമ്മുടെ കൂവത്തോടി വർഗീശന്റെ മോനൊന്നും കൂടെ കെട്ടി. ഓ അത് പിന്നെ കൊച്ചൗസേപ്പിന്റെ കെട്ടിയോള് പാമ്പ് കടിയേറ്റ് ദീനക്കാരിയായി കിടന്നപ്പോ അവളെ നോക്കാൻ വേണ്ടിട്ടല്ലോ വേറൊരെണ്ണം കെട്ടിയത്. എന്നതാ അച്ചായനും വേറൊരെണ്ണം കെട്ടണമെന്നുണ്ടോ? അയ്യോ ഇല്ലേ, ഈ അന്നാമ്മക്ക് എന്നതാ? ഇനി ഞാനൊരു മിന്നു കൂടെ കെട്ടാനോ? നടക്കത്തില്ല. എങ്കി ചെല്ല്, ചെന്ന് ഊണെടുത്ത് വെച്ച് കഴിക്കേ. അത് കഴിഞ്ഞിട്ട് വേണ്ടായോ വൈകിട്ടത്തേക്ക് വല്ലതും വെച്ചുണ്ടാക്കാൻ? എല്ലാം അച്ചായൻ തന്നെ ഉത്സാഹിച്ചിട്ട് വേണ്ടതല്ലയോ? കാര്യങ്ങളൊക്കെ മൂസാക്ക പറഞ്ഞോളൂ. എന്തായാലും അയാൾക്ക് കമ്മീഷൻ കൊടുക്കണ്ടേ? അപ്പൊ അയാളെന്നെ പറഞ്ഞ് സമ്മതിപ്പിക്കട്ടെ. കുഴപ്പമാകുമോ മൂസാക്ക? എന്ത് കുഴപ്പം? ഇതിലും വലിയ ചിത്താന്തക്കാരെ സമീപിച്ച് 2ഉം 4ഉം കെട്ടിപ്പിച്ചാണ് ഞാൻ. പിന്നെയാണ് എന്റെ ഒരു അന്നാമ്മ മിണ്ടാതെ അവിടെ ഒന്നോ. അന്നാമ്മയല്ലേ, ഒബാമയൊന്നും അല്ലല്ലോ. എന്നാ പിന്നെ നിങ്ങൾ അങ്ങ് ചെല്ല്. കാര്യങ്ങളൊക്കെ ഒരു മയത്തില് പറഞ്ഞു കൊടുക്കണേ. ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ചോളാം. ആ കൊന്ത എണ്ണിക്കോ. ഇതേ ഞാൻ കൈകാര്യം ചെയ്തോളാം. അന്നാമോ അന്നാമമ്മോ അങ്ങോട്ട് സമ്മതിച്ചാളാ. പാവല്ലണ്ണി അച്ചായൻ, അതിനും വേണ്ടണ്ണി ഒരു ജീവിതം. തന്റെ മനസ്സിലിരിപ്പല്ലേ? ഇതിന് ആമവാദമില്ല ചേനവാദമില്ല. അതിയാന്റെ മനസ്സിൽ ഈ പൂതി കെട്ടി തന്നെ ഞാൻ കൊല്ലടോ. നിക്കവിടെ നിക്കണം. അല്ലോ അതിന് വാദല്ല, അതിന് പിരാന്ത. നിക്കടവിടെ. ഇന്നത്തോടെ നല്ല കട്ടൻ പോടും ഞാൻ മുടക്കും. മമ്പോർത്ത തങ്ങളെ കാത്തോളെ മുത്ത് ബദരീകളെ യോ ശൈഖ് മൊഹീദ്ദീൻ അബ്ദുൽ ഖാദർ കുടുംബ കലക്കാൻ വേണ്ടി വന്നു. അവിടെ നിക്കണം നിക്കണം നിക്കണം. എവിടേക്കാണോ തനി ഓർമ്മ? നിക്കടോ അവിടെ. നിന്നെ ഞാനിന്ന് കാണിച്ചു. കുടുംബത്തിന് നശിപ്പിക്കാൻ ആരാ മനസ്സിലായില്ല? ഞാൻ കടവിങ്ങലെ സെൽവിയാക്കാന്റെ മോൻ ഗഫൂർ. നമ്മളെ കടവിങ്ങലെ സെൽവിന്റെ മോൻ. അതെ. മഴ കൊള്ളണ്ട, അനക്ക് ജലദോഷം പിടിക്കുള്ളൂ. അന്റെയൊക്കെ കൊടയില്ലാത്തതല്ലേ, കേറി ഇന്ന് വർത്താനം പറയാ. വെളിച്ചപ്പാടിന് നാട്ടുകാരെ അറിയില്ലെങ്കിലും നാട്ടുകാർക്ക് വെളിച്ചപ്പാടിന് അറിയാലോ. അതെന്താടോ ഞാൻ അത്ര വലിയ പ്രശസ്തന, ഇത്ര ഫേമസ് ആകെ? അതല്ല, എന്നാലും ഇത് നിങ്ങൾക്ക് ഇരിക്കട്ടെ. എന്താണ്ട്? ഇത് കുറച്ച് ഫോറിൻ സാധനങ്ങളാ. ടോർച്ച്, വാച്ച്, ടേപ്പ് റിക്കാർഡ്, പിന്നെ കുറച്ച് സാധാരണ സാധനങ്ങളുണ്ട്.
ഇതെന്തിനാണ്ട ഗഫൂറേക്ക് എനിക്ക് തരണത്? ഞാൻ എന്നെ ശരിക്കൊന്നും അറിയും കൂടിയില്ല. ഇതുപോലൊരു കെട്ട് മൂസാക്കാക്കും, മറ്റൊരു കെട്ട് ബീരാനാജിക്കും, ഒരു കെട്ടും ലാപ്ടോപ്പും ചേനക്കുഴി അബ്ദുള്ള കുട്ടിയാക്കാക്കും. ഇത് നിങ്ങളും വെച്ചോളൂ. ഇങ്ങനെ നാട്ടിലുള്ള എന്നെ പോലുള്ള പെർമാണികൾക്കൊക്കെ പ്രോത്സാഹനം കൊടുക്കാൻ അനക്കെന്താണ്ട് പിരാന്തോ? എനിക്ക് ഭ്രാന്തുണ്ടായിട്ടല്ല, പെണ്ണ് കെട്ടാൻ പൂതി വെച്ച് നടക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം 8ആയി. ഓരോ തവണ ഞാൻ ഗൾഫിൽ നിന്ന് വരുമ്പോഴും ബാപ്പയും ഇക്കാക്കന്മാരും അമ്മമാരൊക്കെ കൊണ്ടുപിടിച്ച് പെണ്ണാലോചന നടത്തും. നല്ല ഓരോ ആലോചന വരികയും ചെയ്യും. ഓരോരുത്തരും അത് ക്ലീൻ ആയിട്ട് മുടക്കുകയും ചെയ്യും. ഓരോ തവണയും കല്യാണം മുടങ്ങി ഞാൻ ഗൾഫിലേക്ക് മടങ്ങും. അങ്ങനെ പെണ്ണ് കെട്ടാൻ പൂതി വെച്ച് എനിക്ക് ഭ്രാന്തായി ആലിക്കുഞ്ഞിക്ക. പൊന്ന് ആലിക്കുഞ്ഞിക്ക, ഞാൻ വേണമെങ്കിൽ നിങ്ങളെ കാല് പിടിക്കാം. അക്കാര്യം ഞാൻ മറ്റാളുകളോടും പറഞ്ഞിട്ടുണ്ട്. ദയവ് ചെയ്ത് ഇപ്രാവശ്യം എന്റെ കല്യാണം മുടക്കരുത്. ഇപ്രാവശ്യം ലീവ് തീരുന്നതിന് മുമ്പെങ്കിലും എന്നെ പെണ്ണ് കെട്ടാൻ സഹായിക്കണം. ഞാൻ സഹായിക്കാം. പക്ഷെ മൂസിയും ബീരാനാജിയൊക്കെ ഓലൊക്കെ സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൽക്ക് ഞാൻ കൊണ്ടുവന്ന തോക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തേ തോക്ക് നിങ്ങൾക്കും കാണണോ? ആ തോക്ക് ഇങ്ങനെ നീട്ടിപ്പിടിച്ച് കാഞ്ചി വലിച്ച ടേറ്റയെന്ന് പൊട്ടുന്ന 1-ാം തരം ഇസ്രായേലി മെയ്ഡ് പിസ്റ്റള്. പ്രാവശ്യമെങ്കിലും എന്റെ ലീവ് തീരുന്നതിന് മുമ്പ് എന്റെ കല്യാണം നടന്നില്ലെങ്കിൽ ആ തോക്ക് കൊണ്ട് ടേറ്റയെന്ന് പൊട്ടിച്ച് ഞാൻ അങ്ങോട്ട് പോകും. ഗൾഫിലേക്കല്ല, ജയിലിലേക്ക്. മനസ്സിലായില്ലേ? ഏതായാലും എന്റെ കല്യാണം നടക്കൂല. എന്നാ പിന്നെ 2-3 ആളെ കൊന്നാലും വേണ്ടില്ല. അപ്പോ ഇപ്രാവശ്യം എന്റെ കല്യാണം നടക്കും. അല്ല തോക്ക് എന്താ സംശയം? അന്റെ വേണ്ടപ്പെട്ടവരോട് ധൈര്യമായിട്ട് ആലോചനയായിട്ട് മുന്നോട്ട് പോയിക്കോളാൻ പറയും. നടക്കൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ തോക്ക് കൊണ്ടുവന്ന പോലെ മടക്കി കൊണ്ടുവേണ്ടി വരും. അല്ലേ ആചാര്യ? പിന്നെ വേണ്ടാതെ തോക്ക് ഒലക്ക വായിക്കാണ്. അതുമായിട്ട് കിട്ടും. അന്റെ കല്യാണം അത് അസലായിട്ട് മുടക്കിയിട്ട് അതിന്റെ ഉത്തരവാദിത്തം ബീരാനാജിന്റെ തലയിലിട്ട് കൊടുക്കും. കല്യാണം മുടക്കല് ഇരട്ട ഡിപ്ലോമ എടുത്തവനായി ആലിക്കുഞ്ഞി ഒരു ഉണക്കായിട്ട് മേട്ട നടക്കുക. ദിവസം ഒരു കല്യാണമെങ്കിലും മുടക്കിയിട്ടില്ലെങ്കിൽ അതാണ് എനിക്ക് ശ്വാസം കിട്ടൂല. അത വരുന്ന ചേറ്റിപ്ര ചേക്കുന്റെ മോനെ കാണാൻ വരുന്നവര് ആ മുമ്പിലുള്ള കുണ്ടനാണ് ആങ്ങളെ ചക്കൻ. രണ്ടാമത്തത് അമ്മോനാന്ന് തോന്നുന്നു. ആ മൂന്നാമത്തത് ഒരു നീലക്കുപ്പായിട്ട കുണ്ടൻ, അത് ലോയിക്കരനാവും. മൂസ പോയിക്കോ, ഇത് ഞാനേറ്റു. ഒന്ന് ചോദിച്ചോട്ടെ കൂടെ, എന്ത് ചോദിക്കുന്നുണ്ട്? ഒന്നും തോന്നരുത്. എന്റെ സാഹചര്യം മോശമാണെന്ന് കണക്കായിക്കോളി. നിങ്ങളിവിടെ ഭൂമി വാങ്ങാൻ വന്നവരാണ്? അല്ല. എന്തേ? ഞാനൊരു 10 സെന്റ് വിൽക്കാൻ നടക്കുക. മോള് മെഡിക്കൽ കോളേജിലാണേ. മോക്കെന്താ അസുഖം? അസുഖമൊന്നുമില്ല. പിന്നെ ഓളവിടെ പഠിക്കുകയാണ്. 4-ാം കൊല്ലാണ്. ഫീസ് കുറച്ച് അടയ്ക്കാൻ ബാക്കിയുണ്ട്. ഇത്ര ബുദ്ധിമുട്ടണോ? ഏതെങ്കിലും ബാങ്കിൽ നിന്ന് ലോൺ എടുത്താ പോരെ? അല്ലോ, പലിശ ഹറാമല്ലേ? മക്കളെ പഠിപ്പിക്കണമെന്ന് കരുതി അള്ളാഹ്ക്ക് നിരക്കാത്ത ചെയ്യാൻ പറ്റുമോ? പോയിക്കോളി. സ്വത്ത് കൊള്ളാൻ വന്നവരാന്ന് കരുതി കുടുങ്ങിയോ സ്വത്ത് വിൽക്കാൻ നോക്കിയാലേ ഇട്ടി ചവിട്ടി വില കുറയ്ക്കൂ, കല്യാണം മുടക്കൂ. വല്ലാത്തൊരു നാടാ മക്കളെ ഇത്. നിങ്ങളെ പേരെന്താ? ബീരാനാജി. വലിയ തൊടൂലെ ബാപ്പു നാ മുമ്പൊക്കെ വിളിച്ചിരുന്നത്. ഇപ്പൊ ഇത്തിരി തൊലഞ്ഞില്ലേ? ബാപ്പ പോയി. ഉമ്മർക്ക് പോയല്ല, നല്ല കായ് ചെലവാക്കിയ ഹജ്ജിന് പോയത്. അതുകൊണ്ടാ ബീരാനേന്ന് വിളിക്കാത്ത. അല്ലെങ്കിൽ അങ്ങനെയും വിളിക്കും. അത്രയ്ക്ക് തൊലഞ്ഞു പോയി മക്കളെ. അതെ ആചാര്യ, നിങ്ങൾക്ക് ഈ മുഹമ്മദ് മുസ്തഫനെ അറിയോ? ആദരവായ മുത്തു മുഹമ്മദ് നബീനെ തൊട്ട് ഒരുപാട് മുസ്തഫമാരെ എനിക്കറിയാം. നിങ്ങൾ ഏത് മുഹമ്മദ് മുസ്തഫാനെ പറ്റിയാ ചോദിച്ചത്? അതെ, ചേറ്റിപ്പുറം ചേക്കൂന്റെ മോനെ. എന്താ ആചാര്യ? ചേനക്കുയ്യൻ ഔലാണോ ഈ ആലോചന കൊണ്ടുവന്നത്? ഓനെപ്പോലെ ഉള്ളവർക്ക് നിങ്ങളെപ്പോലത്തെ നല്ല മനുഷ്യന്മാരെ പറ്റിക്കാൻ തോന്നും. മുസ്തഫക്ക് എന്താ പണിനെ പറ്റിയൊന്നും പറഞ്ഞില്ല. പറയൂല, പറയാൻ കൊള്ളൂല. അഡ്രസ് കൊണ്ടു തന്ന് നല്ലപോലെ അന്വേഷിച്ചാളാനും പറഞ്ഞു അബ്ദുള്ളാക്ക. ആ ചെക്കന് താമര എന്നാ ടൈറ്റ് പേര്. താമരയാ? താമര. എപ്പോഴും വെള്ളത്തിലല്ലേ? ഞാനൊന്നും പറയുന്നില്ല. ഒരു പെൺകുട്ടി കഞ്ഞിക്കലാണ് കാര്യമാണ്. നല്ലോണം അന്വേഷിച്ചു. എങ്ങനുണ്ട്?
പ്രശ്നാട്ടോ. കുഞ്ഞാമി വീട്ടിൽ വന്നിരുന്നു. ആ അക്കീമിനെ കൊണ്ടൊരു പെണ്ണ് കെട്ടിക്കണ്ടടോ. കെട്ടിക്കണം. ഇക്കാക്ക കാര്യം ഒന്ന് കുഞ്ഞാമിനെ കൊണ്ട് സമ്മതിപ്പിക്കേ. കുഞ്ഞാമി സമ്മതിക്കണമെങ്കിൽ ആദ്യം ഈ ഹജ്ജിന് പോവാന്ന് ആ സമ്മതിക്കണം. പോതി നടക്കൂല ഇക്കാക്ക. അതെന്താടാ? ഹജ്ജിന്റെ കാര്യം പറയുമ്പോ മാത്രം നിനക്കൊരു ഒഴിഞ്ഞുമാറ്റം? പണത്തിന്റെ കാര്യമാണെങ്കിൽ ഞാൻ സഹായിക്കാം. വേണ്ട കാക്ക വേണ്ട. പിന്നെന്താ പ്രശ്നം കുഞ്ഞിക്കോയ? പ്രശ്നമുണ്ട്. എന്താണത്? ഹജ്ജിന് പോകാൻ സർക്കാർ സബ്സിഡി തരും. സബ്സിഡി പണം അറാമല്ലേ? സബ്സിഡി എന്ന് പറഞ്ഞു തരുന്നത് കള്ളു വിറ്റ പണവും പലിശ പണമൊക്കെ അല്ലേ? ഹറാമായ പണം കൊണ്ട് ഹജ്ജിന് പോയാലേ ആ ഹജ്ജ് ഹലാലോ ഇക്കാക്ക. ഇക്കാക്ക കുഞ്ഞാമിനോട് ബാസി കളഞ്ഞ് ആ ചെറുക്കന്റെ കല്യാണത്തിന് ഒന്ന് സമ്മതം കൊടുക്കാൻ പറയും. ഹക്കീം ഒരു പുരുഷനാ. ഓ നാളെ ആരുടെയെങ്കിലും പെണ്ണിനെ പിടിച്ചോണ്ട് വന്നാ ഞമ്മളത് അംഗീകരിക്കേണ്ടി വരും. എന്താ പേര്? ജമീല. എന്റെ പേര് ബഷീർ. അട്ട ബഷീർ എന്ന് നാട്ടുകാര് വിളിക്കും. അനക്ക് ഇന്നിഷ്ടായോ? ഇഷ്ടായി. എന്നാ പോയിട്ട് വരാം മോളെ. അല്ല, കാര്യങ്ങൾ പറയല്ലേ നല്ലത്. മോൾ അൻ്റെതാണെങ്കിലും നടന്നു കിട്ടാന്നുള്ള ബേജാറ് എനിക്കാ. തിരി എനിക്ക്. ആ ബാപ്പു എങ്ങനെയുണ്ട്? ഓക്കെ, എന്നാ കാര്യങ്ങളൊക്കെ നീക്കിക്കോളി. ആ എന്നാ കാണാം. അങ്ങനെ ആ, ശരി. കണ്ടജി. അങ്ങനെയാണ് മനുഷ്യന്മാര്. പോരാപ്പോ. മോനെ ബാപ്പുവാ അവിടക്ക് പറയാണ്ടിരുന്ന പിന്നീട് അതൊരു ദോഷാവും. എന്താണ് എന്റെ മോക്കൊരു രോഗമുണ്ട്. എന്റെ മോള് ഉറക്കത്തിൽ പായി പാത്തു. ചേനക്കുയ്യ ചെലക്കാട് പോവാൻ പറയുന്നു. കല്യാണം മുടക്കല്ലേ? ഇരട്ട ബിരുദെടുത്തവനാണ് വീരാനാജി. എന്നോടാ കളി. ആചാരേ, മുസീബത്ത് വരുമ്പോ കൂട്ടത്തോടെ എന്ന് കേട്ടിട്ടില്ലേ? എന്തേ? ചേനക്കുജന് പിന്നെയും ഒന്ന് ഒത്തു വന്നിക്കണ്. പെൺകൂട്ടർ ഇന്ന് വൈകുന്നേരം കാണാൻ വരുന്നുണ്ടല്ലോ. പെരുത്ത് കായുള്ള പാർട്ടിയാ. എന്താ ഇതെന്ന് പറഞ്ഞോ? ഇല്ല, ഉച്ചക്ക് കാണുമ്പോ കൂടുതൽ വിവരം തരാന്നാ ചേനക്കുജന്റെ അസിസ്റ്റന്റ് മെയ്തു പറഞ്ഞത്. കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കാം. ആരാ ഏതെന്നൊക്കെ അറിഞ്ഞാലേ അതിന് ചുറ്റുവട്ടത്തിലൊക്കെ ഒന്ന് ചുറ്റി നിന്നാ മതി. എന്നാൽ പിന്നെ ഞാൻ ഏത് വല്യപ്പൂന്റെ മോനാ? ഇവിടെ 2 വല്യപ്പന്മാരുണ്ട്. തെരട്ടമ്മല് വല്യാപ്പൂന്റെ മോനെന്നാ എഴുതി തന്നത്. ആരെങ്ങക്ക് ബന്ധം കൊണ്ട് തന്നത്? അബ്ദുള്ളക്ക. എന്തേ നിങ്ങളറിയോ? ചേനക്കുയ്യനാവുള്ള ഓനെന്താ മയ്യത്ത് സ്വർഗത്തിക്കായാലും നരകത്തിക്കായാലും കുയി കുത്തിയോന് കായ് കിട്ടണം, അത്ര തന്നെ. അതെന്താ ചേര് മോശം കേസാ? ആട്ടെ, എന്തേ ചെക്കന് പണി പറഞ്ഞേ? അത് വലിയ ഉദ്യോഗൊന്നും പറഞ്ഞിട്ടില്ല. ഉം. ഒരു ഓട്ടോറിക്ഷ ഉണ്ടെന്നും അത് ഓട്ടി നല്ലോണം നയിച്ചു എന്നൊക്കെ പറഞ്ഞ അബ്ദുള്ളക്ക. വല്യാപ്പൂന്റെ മോൻ ഹമീദ് തന്നെയല്ലേ ഇതൊക്കെ ചെയ്യുന്നത്? ഇതിന്റെ മുമ്പിൽ വെച്ചായതുകൊണ്ട് എനിക്ക് സത്യം പറയാതെ വയ്യല്ലോ. ഇല്ലെങ്കിൽ അവനവന്റെ നാട്ടിലെ ചെക്കനല്ലേ, കെട്ടിപ്പോയിക്കോട്ടെ ഞാനും വിചാരിക്കും. ഇങ്ങക്ക് എത്ര മക്കളാ? 3, 2 പെണ്ണും ഇളയതൊരാണും. ഇതാണ് മൂത്ത മോള്. ഓ, അപ്പൊ നിങ്ങളെയും കുറ്റം പറയാൻ വയ്യ. മൂത്തതൊന്ന് ഇറങ്ങിക്കിട്ടെന്ന് ആരാലും വിചാരിക്കും. ഇപ്പോഴത്തെ കാലാണല്ലോ, മൂത്തേനെ അങ്ങോട്ട് ഇറക്കിയിട്ട് വേണല്ലോ ഇളയനെ ഇറക്കാൻ, അല്ലേ? അങ്ങനെ എങ്ങനെങ്കിലൊന്നും ഇന്റെ മോളെ ഇറക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. നല്ലോണം കണ്ടും കേട്ടും അന്വേഷിച്ചും ബോധ്യപ്പെട്ടിട്ട് മാത്രമേ ഞാൻ എന്റെ മോളെ ഇറക്കുള്ളൂ. കാണാനൊന്നുമില്ല. ഇപ്പൊ ചെന്ന ബാറിന്റെ അവിടെ കാണാം. വീരാനാജി വെറുതെ ദുരുമ്പരാനും പറയില്ല. കേറി ഓട്ടോറിക്ഷയില് ഞാൻ കാണിച്ചു തരാം. നാളേക്ക് അങ്ങോട്ട് വാ, കേറി. കായിടിക്ക് വേഗം. ഒരുപാട് സ്ഥലത്ത് സോഡ വെക്കാനുണ്ട്. വേനലല്ലേ? തിരക്ക് കൂട്ടല്ല അമ്മീതേ. എല്ലാരും പൈസ ഇവിടെ കൊണ്ടുതരില്ല. ജി മാത്ര പൈസ ഇവിടുന്ന് കൊണ്ടുപോണത്. ഇപ്പോഴത്തെ കാലത്തുണ്ടോ അന്നെപ്പോലത്തെ ചെറുപ്പക്കാര്? എനിക്ക് ഉമ്മാനെയും ബാപ്പാനെയും മാത്രല്ല എന്റെ പെങ്ങന്മാരെയും നോക്കാനുണ്ട്.
ആ നിർത്ത് നിർത്ത് നിർത്ത്. ആ ആ അവിടെ അവിടെ അവിടെ. ആടെ നിങ്ങൾ. ആ ആ ആ അതെ അതെ അതെ. ആ നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, അധികം കാത്തിക്കേണ്ടി വന്നില്ല. അതാണോ എന്റെ വണ്ടി? നേരോ നായ കുടിച്ചതിന്റെ ബാക്കി കായ എണ്ണി നോക്കുക. സുബോധമുണ്ടോ എന്തോ? നിങ്ങൾക്ക് ആള് തെറ്റിയോ? നല്ലോണം നോക്കിക്കോളി. ഓൻ തന്നെ അല്ലേ വന്ന് പെണ്ണുണ്ട്, മാറ്റില്ലല്ലോ. ആവശ്യത്തിന് പേന്തിട്ട് മുഖവും തുടച്ച് വേഷം മാറ്റി കാക്കിയിട്ട് പോണാണ്ടില്ലേ? എങ്ങനെയുണ്ട് നിങ്ങളെ ഭാവി വരുവൻ? പോയാ നടക്ക്, വണ്ടിക്കാര്. ചെല്ല് ചെല്ല്. ആ മൂസാക്ക 500 നോട്ട് ഇങ്ങനെ എണ്ണുന്ന കണ്ടപ്പോ എന്റെ കണ്ണ് തള്ളിപ്പോയിണ്ട് ഉസ്താദെ. ആ അസനാജിന്റെ മോളെ കല്യാണം നടത്തിയോടുകൂടി മൂസാക്കയ്ക്ക് ഈ നാട്ടിൽ നല്ല പേരാ. ഓളെ പുതിയാപ്പളിന്റെ കയ്യിലാച്ചാല് ഇഷ്ടംപോലെ കായുണ്ട്. ഞാൻ കൊണ്ടുവന്ന 2-3 ആലോചന മുടക്കും ചെയ്തിന്. ആകെ ആട്ടം മുട്ടിക്കണിന്റെ ഉസ്താദേ. എന്നാള് ഞമ്മളയച്ച കത്ത് അങ്ങോട്ട് ഏറ്റില്ലല്ലേ എന്നാ തോന്നണത്. കത്ത് ഞമ്മള് നാദീറന്റെ പേരിൽ അയച്ചാണ് ആകെ കുഴപ്പമായത്. കത്ത് നേരെ ഓക്കെന്നെ കിട്ടിണ്ടാവും. വായിച്ചു നോക്കി പന്തിയല്ലാന്ന് കണ്ടപ്പോ ഓളെന്നത് കീറി കളഞ്ഞിണ്ടാവും. അത് നേരാ. ഓളയിലയച്ചാലും അമ്മോശാക്കന്റെ കയ്യിലോ കെട്ടിയോന്റെ കയ്യിലോ പോസ്റ്റ്മാൻ കൊടുക്കുന്നാണല്ലോ നമ്മൾ ഇരിച്ചേ. പക്ഷെ തെറ്റി. കൂട്ടുകാരി എഴുതുന്ന പോലല്ലേ നമ്മൾ അയച്ചേ. അപ്പൊ വിശ്വാസം തന്നെ നദീറാന്റെ പേര് തന്നെ ആവണ്ടേ? ആ പേപ്പർ ഇപ്പോഴും കയ്യിലുണ്ടോ? ഞങ്ങളുടെ അടുത്തോ കൊടുക്കടോ. ആ ഫോൺ എടുക്ക്. ആ എന്നാ നമ്പർ പറഞ്ഞോളി. പറയാ. അതിന്റെ മുമ്പ് പറഞ്ഞുതരാം. നാദിറാനെ ചോദിക്കണം. ഈ ആരാന്ന് ചോദിച്ചാ ബെന്നിയാന്ന് പറഞ്ഞാൽ ആ അമ്മോശനോ കെട്ടിയോനോ ആണെങ്കിൽ ഒളിച്ചോടാന്ന് പറഞ്ഞ് ചതിച്ചിലെ വഞ്ചകീന്ന്. അത് തെറ്റില്ല. അപ്പൊ നദീറാണെങ്കിലോ? ഓളടുത്ത് എന്ത് പറയാനാണ്ട് ബലാലെ വീണ്ടാണ്ട് കട്ടായി കളാ. ഓ ഓ ബെന്നീനോള് ഓർക്കായിരിക്കൂല്ലേ? അല്ല, ഈ അച്ചായന്റെ മോന്റെ പേര് ബെന്നീൻ തന്നെയാണോ? ആർക്കറിയാ. അതല്ലേ നാദിറയാണെങ്കിൽ വീണ്ടണ്ടെന്ന് പറഞ്ഞേ. എന്നാ വിളി 9400511203. ആ യൂസഫ് ആകും. അന്തിക്ക് വിളിക്കുന്നു പറഞ്ഞിരുന്നു. ഞാൻ നോക്കാം. ഹലോ. ആ അതെ, ആരാണ്? ഓളന്നെ. ഞാൻ ഓഫാക്കി. അത് നന്നായി. അല്ല അബ്ദുള്ളേ, എന്തേ? ഈ അച്ചായനറിയോ? കണ്ടിക്കണ്. എനിക്ക് വലിയ അടുപ്പൊന്നുമില്ല. ഏതായാലും തുടങ്ങി വെച്ചല്ലേ, അതൊന്ന് വേട്ടക്കാക്ക. പിന്നല്ലാണ്ട് അസനാജിന്റെ കയ്യിൽ നിന്ന് ആ മൂസയ്ക്ക് 4 കിട്ടും വേണം. നാസറിന്റെ കയ്യിൽ നിന്നുള്ള പണം വരവ് നിൽക്കും. അതാണ് എന്റെ ആജത്തിന്റെ ഉസ്താദേ. നോക്കട്ടെ. എങ്ങനുണ്ട് കബീറെ? പെണ്ണ് ഉസാറ് തന്നെയല്ലേ? ആ പെണ്ണിനെ പിടിച്ചോ? പെണ്ണിനെ പിടിക്കണമെന്നുണ്ടായിനി. അതിന്റെ മുന്നുള്ള അടുക്കളയിൽ കോടിയില്ലേ? അതെ, കല്യാണത്തിന് മുമ്പെല്ലാം തുറന്നു പറയുന്നതാണല്ലോ മര്യാദ അല്ലേ? എന്റെ മോക്ക് ചെറിയൊരു കുഴപ്പമുണ്ട്. ഓൾ അന്തിക്ക് പായി പാത്തു. അല്ല, ആയുർവേദ മരുന്ന് കഴിക്കുന്നുണ്ട്, മാറുന്നാണ് വൈദ്യര് പറയുന്നത്. അലോപ്പതി ഹോമിയോ കൊടുത്ത് പരാജയപ്പെട്ടതാ. എന്നാലും വൈദ്യർക്ക് നല്ല പ്രതീക്ഷ ഉണ്ട് മോനെ. എന്നാലേ എനിക്ക് ഒരു പ്രതീക്ഷയില്ല. അല്ലാണ്ട് ബെരിട്ടാ തിരുപ്പതി ആയല്ലോ. അതും കൊളാക്കി. മോളെ ചുട്ടുന്നാളാ മനുഷ്യനടങ്ങറാക്കാൻ ഓരോരുത്തർ കുപ്പായിട്ട് ഇറങ്ങിക്കോളൂ. ഈ എങ്ങട്ടാ മോനെ?
ഞാൻ ട്രാവൽസ് വരെ ഒന്ന് പോവുകയാണുമ്മ. ടിക്കറ്റിൻ്റെ ഡേറ്റ് മാറ്റിക്കണം. ലീവ് 6 മാസം കൂടി ആവശ്യപ്പെട്ട് ഞാൻ കമ്പനിയിലേക്ക് മെയിൽ ചെയ്തിരുന്നല്ലോ. കമ്പനി MDയുടെ മെയിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ. എന്നിട്ട് ലീവ് 3 മാസത്തേക്ക് കൂടി നീട്ടിക്കിട്ടിയിട്ടുണ്ടോ? എന്റെ യാത്ര നീട്ടിക്കിട്ടിയെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾക്ക് എന്താ ഒരു സന്തോഷമില്ലാത്തത്? ലീവ് നീട്ടി വാങ്ങണ്ട നാസർ. ഉമ്മാക്കും ബാപ്പാക്കും ഇപ്പൊ പഠിച്ചോന്റെ കൃപ കൊണ്ട് ആരോഗ്യത്തിന് യാതൊരു കുഴപ്പമില്ല. പിന്നെ വെള കൂടെ നിൽക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ ഈ ലീവ് നീട്ടിക്കണത്. നാസറെ, ലീവ് നീട്ടണ്ട, വെള അങ്ങോട്ട് കൊണ്ടുവയ്ക്കോ. എന്തേ, അതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ട് പലതുണ്ടുമ്മ. പിന്നെ ഉമ്മ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണേ? മുമ്പ് അഹമ്മദ് ക മാറി താമസിച്ചപ്പോഴും യൂസുഫ് ക സാജിത്താത്താനെ കൂടെ കൊണ്ടുപോയപ്പോഴും നിങ്ങൾ എന്താ എന്നോട് പറഞ്ഞിരുന്നത്? ഈ കെട്ടണ പെണ്ണിനെങ്കിലും ഞങ്ങളെ നോക്കാൻ ഇവിടെ നിർത്തി തരണം അല്ലേ? അതേടാ, അതന്ന് അങ്ങനെ പറഞ്ഞു, ഇപ്പൊ ഇങ്ങനെ. മോനെ, ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞത് എന്റെ വിവരക്കേട് കൊണ്ടാ. ആലോചിച്ച് നോക്ക്, കെട്ടിക്കൊണ്ടെന്ന നാളിതുവരെ ഞാൻ എന്റെ ബാപ്പാന്റെ കൂടെയല്ലേ ജീവിക്കണത്. അതുപോലെ അവനാന്റെ കെട്ടിയോന്റെ കൂടെ ജീവിക്കാൻ ഏത് പെൺകുട്ടികൾക്കും പൂതി ഉണ്ടാവില്ലേ? എനിക്ക് പറ്റും, ഓക്ക് പറ്റൂല, വേറെ ആക്ക് പറ്റും എന്നുള്ള നിലപാട് ശരിയാണോ? ഉമ്മ ഇനിയൊന്നും പറയണ്ട. ഞാൻ അങ്ങനൊന്നും ആഗ്രഹിച്ചിട്ടുമില്ല. ഞാൻ തല്ലിക്കൊന്നാൽ ഞാനിട്ട് പോവുകയില്ല. നാസർക്ക് പോയിക്കോളി, ആഗ്രഹിക്കാത്തതൊന്നും നടക്കണ്ടല്ലോ. നദീറ, ആ ടിക്കറ്റും പാസ്പോർട്ടും കൊണ്ടാ. പോയിട്ട് വരാം അമ്മ. ശ്രദ്ധിച്ചു പോണേ മോനെ. മോളെ, ഈ എന്താ അങ്ങനെ പറഞ്ഞത്? അന്റെ മനസ്സിൽ ഇപ്പോഴും വല്ല വേണ്ടാത്ത വിചാരമുണ്ടോ? ഉമ്മാനെയും ബാപ്പാനെയും വിട്ട് ഞാൻ എങ്ങോട്ട് സൂഹിക്കാൻ പോവില്ല. അതുകൊണ്ടാണോ തല്ലിക്കൊന്നാലും ഞാൻ ആരുടെ കൂടെ പോവില്ല എന്ന് പറഞ്ഞത്? അതേ അമ്മ, ജനിച്ചു വളർന്ന വീട് വിട്ട് ഇവിടെ വന്ന് കയറിയപ്പോ ഞാൻ മനസ്സിൽ കരുതിയതാ, ഇതാ എന്റെ വീട് എന്ന്. എന്റെ ഉപ്പാന്റെ സ്ഥാനത്താ ഇവിടുത്തെ ബാപ്പ. നിങ്ങളാണ് എന്റെ പെറ്റുമ്മ. എനിക്ക് നിങ്ങളെ കൂടെ ഒന്ന് ജീവിതം പഠിക്കണം. വെള്ളത്തണ്ടിന്റെയും കണ്ണിമാങ്ങന്റെയും പുളിയൻ ഉറുമ്പിന്റെയും ഒരുപാട് കഥകൾ കേൾക്കണം. നിങ്ങൾ ഈ നാട്ടുകാരനാണോ? ആണെങ്കിൽ എന്റെ പെങ്ങക്ക് ഈ നാട്ടിൽ നിന്നൊരു ആലോചന വന്നിട്ടുണ്ട്. പിന്നെ ഇരുന്ന് സംസാരിക്കാലോ. ആയിക്കോട്ടെ. ആട്ടെ, നിങ്ങക്കെന്താ പണി? പോലീസിലാ. കേക്കട്ടെ, ഏതാ പാർട്ടി? പോലീസിനോടായതുകൊണ്ട് അക്കായിട്ട് പറയണല്ലോ. ഇതാണ് അഡ്രസ്. വായിക്കാനൊക്കെ അറിയോ? നല്ല അസലായിട്ടാണ്. ഓ, സമീർ, ഞമ്മളെ വില്ലും പുറത്തെ. ഏത് സമീർ? തോട്ടുങ്ങലേ? ഇതല്ലാന്ന്, ഞമ്മളെ ബില്ലും പുറത്തെ കുട്ടിയച്ഛന്റെ മോ സമീർ. ഓ, നന്നായിട്ട് അറിയല്ലേ? അല്ല, ആചാരോ അഭിപ്രായം ഒന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ പോലീസുകാരനല്ലേ? സംശയമുണ്ടോ? വേറെ ആരോടെങ്കിലും പോയി അന്വേഷിച്ചാളി. എന്താ ഇങ്ങനെയൊക്കെ അല്ലാതെ പിന്നെ എങ്ങനെയാ അന്വേഷിക്കാം? പോലീസുകാരന്റെ പെങ്ങളെ കെട്ടാനാണെന്ന് കരുതി സ്റ്റേഷനിൽ വിളിപ്പിച്ച് തെളിവെടുക്കാൻ പറ്റുമോ? നിങ്ങൾ എന്ത് പറഞ്ഞാലും സമീറിന്റെ കാര്യത്തിലൊരു അഭിപ്രായം ഞാൻ പറയില്ല. അതെന്താ? ഞാൻ എന്ത് തന്നെ പറഞ്ഞാലും അത് നല്ലതായാലും ചീത്തയായാലും മോന്തി ആവുമ്പോ 4 എണ്ണം മോന്തി വന്ന് ഇനി ഉസ്മാനിക്കാനും തല്ലും. ആവതില്ല, വയ്യാപ്പോ. ഞങ്ങൾക്കൊക്കെ വയസ്സും പ്രായവും ഇവിടെയായിരുന്നു. കൊട്ടേസങ്കാര കയ്യാളായി പോണ ആ ചെക്കന്റെ തല്ലു വാങ്ങാനുള്ള എല്ലുറപ്പ് ഞമ്മക്കില്ല. നല്ലോണം അന്വേഷിച്ചാളി. സത്യം സത്യം പോലെ പറഞ്ഞത് നന്നായി. ഇറങ്ങട്ടെ. പോലീസുകാരൻ പോയാലേ കുഞ്ഞി? പോട്ടെ ഉസ്മാനിക്ക. ചേനക്കുയ്യനെ കാണണ്ടേ? വേണ്ട, വന്ന കാര്യം സഹിച്ചു. വില്ലും പുറത്ത് സമീറിന് പോലീസുകാരന്റെ പെങ്ങളെ കെട്ടിച്ചു കൊടുത്ത മൂസപ്പ അങ്ങനെ ഞെളിയണ്ട. സമീർ നല്ല കുണ്ടനല്ലേ? ഓരോ ഓന്റെ വാപ്പി സദാ നേരത്തും പള്ളിക്കല്ലേ? ഉസ്മാനിക്ക, നിങ്ങള് മൂളൊരു കാര്യം നോക്കട്ടെ. നമുക്ക് നോക്കണോ? ഈ പൂടിയന്റെ അടുക്കളയ്ക്ക് പറ്റിയ ചെക്ക നോക്കണം. പുകാളിയ സൈസ് എന്നാ വേണ്ടി വരൂല്ലേ? ഒന്ന് നിക്കും കാക്ക. ഇന്റെ മോക്ക് ഇവിടുന്ന് ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട്. ഏതാ പാർട്ടി? പുല്ലിത്തോടിയിലെ കുഞ്ഞാലിന്റെ മോന്. അല്ലാ, പുല്ലിത്തൊടി സാധിക്കോ? ഒരു ദിവസത്തിന് എത്ര മണി? 24 മണിക്കൂർ. എന്നാലേ ഈ സാധിക്ക് അതിലൊരു 10-14 മണിക്കൂറും വെള്ളത്തിലാ. അല്ല, വെള്ളത്തിലോ? എന്നാ ഇന്റെ മോക്ക് ആ ചെക്കനെ വേണ്ട. വിട്ടോളി. തന്നെയാ
കടക്കാരൻ. സാദിക്കിന് വാട്ടർ അതോറിറ്റിയിലല്ലേ പണി. ഓൻ പിന്നെ ഓന്റെ പണി അതാവുമ്പം വെള്ളത്തിന് 14, 12, 26 മണിക്കൂർ ഉണ്ടാവില്ലേ? ചേനക്കുജ കൊണ്ടൊന്ന് ആലോചന ആവും. എന്റെ തട്ടകത്തില് ചേനക്കുജ ഈ അങ്ങനെ കളിക്കണ്ട കേട്ടോ. അളിയാ ആ പിന്നെ കളിക്കടാ. ആ എന്താ അളിയാ? കണ്ട നന്നായി. അളിയനൊന്ന് കാണണമെന്ന് വിചാരിച്ചു നടക്കായിരുന്നു ഞാൻ. എന്താ കീമേ, അനക്ക് വല്ല കല്യാണാലോചനയും വന്നോ? കല്യാണം അത് നോക്കണ്ടവര് നോക്കേണ്ട സമയത്ത് നോക്കിക്കോളും. ഇല്ലെങ്കിൽ വേണ്ട, വഴി എനിക്കറിയാം. പിന്നെ എന്താ അളിയാ കാര്യം? നിങ്ങള് ബാപ്പാനെ കൊണ്ട് ചില മുദ്രാപത്രങ്ങളിലൊക്കെ ഒപ്പിടിച്ചെന്ന് കേട്ടല്ലോ. എനിക്കും നിങ്ങൾ കെട്ടിയോള് ഷെരീഫാക്കും ഒരുപോലെ അവകാശപ്പെട്ട സ്വത്താത്. അത് തഞ്ചും തരം നോക്കി ഒറ്റക്കണ്ട അമുക്കാന്നുള്ള ചിന്ത ഉണ്ടെങ്കിലേ നടക്കൂലട്ടോ. അതിന് ആർക്കാ ചങ്ങായി പെൺവീട്ടുകാരെ സ്വത്ത് വേണ്ടി? ഞാൻ കാർ എടുക്കാൻ ലോണിന് വേണ്ടി സാക്ഷി ഒപ്പിടിച്ചതല്ലേ? നേരെന്നാണോ? പിന്നല്ലാതെ. ഞാൻ താമസം ഇവിടെ ആയതുകൊണ്ട് ഒന്നുകിൽ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ വാപ്പ സാക്ഷിയാകണം. ഇത് രണ്ടും ഇല്ലാതെ ബാങ്കുകാർ ലോൺ തരില്ല. പിന്നെ അനക്കിന്റെ നാട്ടിൽ നിന്നൊരു പെണ്ണാലോചിച്ചാണ്. ഓലി അല്പം ഇന്നോ നാളെ ഇവിടെ അന്വേഷണത്തിന് വരും. ഇവിടുത്തെ എരപ്പന്മാരത് മുടക്കാതിരുന്ന ബാക്കി കാര്യം ഞാൻ. ഇന്റെ കല്യാണം മുടക്കിയാലേ കജ്ജും കാലം തച്ചു മുറിക്കും. പിന്നെ അന്റെ ഉപ്പാനിയും ഉമ്മാനിയും നമുക്കൊരു വെട്ടിൽ വീഴ്ത്തണം. പഞ്ചായത്ത് ഭരണം അതിന്റെ പ്രചരണമൊക്കെ പ്രസിഡന്റിന്റെ തലയിലാ. ആരിത് റഹീമോ? നമ്മുടെ പഞ്ചായത്ത് ഒരു സ്ത്രീധന ചെയ്ത പഞ്ചായത്താക്കി മാറ്റണം. അതിന്റെ ബോധവൽക്കരണ സെമിനാറിനുള്ള ഒരു ഗ്രാമസഭ കൂടുന്നുണ്ട്. അതിന്റെ അറിയിപ്പാ. ഓ, നിങ്ങൾ എന്നിട്ടല്ലേ പെണ്ണ് കിട്ടു അല്ലേ പ്രസിഡന്റ്? സ്ത്രീധനം കൊടുക്കാനില്ലാത്തതിന്റെ പേരിൽ എന്റെ പഞ്ചായത്തിൽ ഒരു പെൺകുട്ടിയും പുനറിഞ്ഞു നിൽക്കാൻ പാടില്ല. ഒരാണിനും സ്ത്രീധനം വാങ്ങിയതിനുള്ള പഴിയും കേൾക്കാൻ പാടില്ല. പ്രായം തികഞ്ഞു നിൽക്കുന്ന പെണ്ണോ ആണോ പുര നിറഞ്ഞു നിൽക്കാത്ത ഒരു പഞ്ചായത്ത്. അതാണ് ഈ ബർക്കത്തിന്റെ സ്വപ്നം. എത്ര നല്ല നടപ്പില്ലാത്ത സ്വപ്നം. നടക്കുമടാ, നടക്കും. എന്നിട്ടേ ഈ ഞാൻ പെണ്ണ് കെട്ടു. കെട്ടിയത് തന്നെ. അതിരിക്കട്ടെ, നീ എന്താ പെണ്ണ് കെട്ടത്ത്? എന്നെ പോലെ എന്തെങ്കിലും? അങ്ങനെയൊന്നുമില്ല, വേണ്ട, അത്ര തന്നെ. അത് പറ്റില്ല. റഹീം ഉടനെ കല്യാണം കഴിക്കണം. നിനക്ക് പെണ്ണ് ഞാൻ ഏർപ്പാടാക്കി തരാം. സ്ത്രീധനം വാങ്ങില്ല എന്നൊരൊറ്റ ഉറപ്പെന്നാ മതി. എന്താ റഹീമേ? കല്യാണം എന്തിനാ വെറുതെ ഒരു പെണ്ണിന്റെ ജീവിതം കൊയമാന്തരാക്കണ്? വേണ്ട. അല്ല, എന്തെങ്കിലും രോഗം പറഞ്ഞോ? ഞാൻ ഈ പഞ്ചായത്തിന്റെ പ്രഥമ പൗരനല്ലേ. എന്തും അറിയാനുള്ള അവകാശം എനിക്കുണ്ട്. എന്തും പറയാനും. രോഗങ്ങൾ പലവിധമുണ്ട്. ഗുഹ്യരോഗം, പകർച്ചവ്യാധി, നാഡീ തളർച്ച, അസ്ഥിയൊരുക്കം, ശീഘ്രസ്ഖലനം. അതങ്ങനെ അങ്ങനെ അങ്ങനെ പോവും. അങ്ങനെ എന്തെങ്കിലും ആണോ? ഓഹോ, പെണ്ണിട്ടാതിരുന്നാൽ അങ്ങനെയും സംശയിക്കോ? പെണ്ണിന്റെ മുമ്പിൽ പരാജയപ്പെടുന്നുള്ള പേടില്ലെങ്കിൽ ഏത് പുരുഷനും കല്യാണം ചെയ്യൂ റഹീമേ. അപ്പൊ പ്രസിഡന്റോ? എന്റേതൊരു പ്രതിജ്ഞയുടെ പേരിലാണെന്ന് നാട്ടുകാർക്കൊക്കെ അറിയാം. പക്ഷെ നീ അതല്ലല്ലോ. എങ്കിൽ ഇനി ഒന്നും പറയണ്ട, ഞാൻ തീരുമാനം മാറ്റി. പ്രസിഡന്റ് പെണ്ണു നോക്കിക്കോ. അത് ഞാൻ ഇതിനു വേണ്ടിയാണല്ലേ ലോൺ എടുക്കാനെന്ന് പറഞ്ഞ് കുറെ പേപ്പർ എന്നെ കൊണ്ട് ഒപ്പിടിച്ചത്. നിങ്ങക്ക് വയസ്സായി വരല്ലേന്ന് പോകാനുള്ള താക്കത്തുണ്ട്. ഉമ്മാന്റെ ഒരു പൂതിയല്ലേ. കൊന്നാലും ഞാൻ അജിനോണ്, പ്രശ്നമില്ല. അതെന്താ നിങ്ങൾക്ക് ഇത്ര വാശി? വാശി അല്ല കുഞ്ഞാമി, മുസ്ലിങ്ങൾ നബിചര്യ അനുസരിച്ച് ജീവിക്കണോലല്ലേ. നബിന്റെ കാലത്ത് എങ്ങനെ അജിന് പോയിന്നത്? വിമാനത്തിലാ, ഒന്നുകിൽ നടന്നിട്ട് അല്ലെങ്കിൽ ഒട്ടകപ്പുറത്ത്. അങ്ങനെ നോക്കാൻ തുടങ്ങിയാല് സകലതിലും സുന്നത്തിനെതിരായ കാര്യങ്ങളല്ലേ ഇവിടെ നടക്കണേ. വിമാനം, മൊബൈല്, വാച്ച്, കമ്പ്യൂട്ടർ, കാറ് എന്ന് വേണ്ട പള്ളിയിൽ വാങ്ങിക്കൊടുക്കണ മൈക്ക് സെറ്റ് വരെ എടുത്തു വലിച്ചിടേണ്ടി വരൂലേ. മൂപ്പര് നടന്നു പോയിക്കോട്ടെ, ഇന്നാളെ ഇക്കൊല്ല ഹജ്ജ് ചെയ്യണം. ഹജ്ജിനെന്നല്ല, സുന്നത്തിന് വിരുദ്ധമായി ഞാനെങ്ങും പോകൂല. അപ്പൊ എന്റെ പൈസ വെള്ളത്തിലാവൂലേ? അത് പോയിക്കോട്ടെ, വല്ലോടത്തൊന്നും കടം മേടിച്ചതാണെങ്കിൽ ആ പൈസ ഞാൻ തരാം. ഒന്ന് ഞാൻ പറഞ്ഞേക്കാം, ഇപ്രാവശ്യം നിങ്ങൾ ഹജ്ജിന് പോയിട്ടില്ലെങ്കിൽ കുഞ്ഞാമയുടെ മയ്യത്ത് ഇപ്പൊ രണ്ടാമത്തെ തൂങ്ങും. ഇപ്പൊ എങ്ങനെയുണ്ട്? സർ, നിങ്ങൾക്ക് ഈ തൊട്ടാവാടി കുഞ്ഞിക്കോയ മകൻ ഹക്കീമിനറിയോ? അതെന്ത് ചോദ്യ? ഒരു പ്രസിഡന്റായ എനിക്ക് ഈ പഞ്ചായത്തിലെ മെമ്പർമാരെ കുറിച്ച് അറിയില്ലെന്നോ? ചോദിക്ക്, എന്താണ് അറിയണ്ടത്? ഞാനിവിടുത്തെ പ്രസിഡന്റാ.